ഏതെങ്കിലും ഒരു പ്രഭാഷകൻ്റെ, ഒരു പ്രബോധകൻ്റെ, ഒരു പണ്ഡിതൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ യാതൊരു ശ്രമവും നടത്താതെ വ്യക്തികളെ വിലയിരുത്തുകയും അവർ നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെ വിലയിരുത്തുകയും എന്നിട്ട് വലിയ വലിയ കമൻറ്റുകൾ, അവരാ ക്ലിപ്പല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല, എന്നിട്ട് പോലും വലിയ വലിയ കമൻറ്റുകൾ എഴുതി അതിന് അടിക്കുറിപ്പുകൾ എഴുതി ആ സംസാരവുമായി യാതൊരു നിലക്കും സത്യസന്ധമായി ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച് അത് ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വാട്സാപ്പുകളിലുമൊക്കെ പോസ്റ്ററുകളാക്കി ഇടുക, കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഇത് ലഭിച്ച ആളുകളും അയച്ചു കൊടുത്ത ആളുകളോട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇത് മുഴുവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ തുടങ്ങിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അവരും അത് പ്രചരിപ്പിക്കുന്നു, ആളുകൾക്കെതിരിൽ സംസാരിക്കുന്നു, നടപടിയെടുക്കുന്നു, അവരെ വഴക്ക് പറയുന്നു, അവർക്കെതിരിൽ വമ്പിച്ച അധിക്ഷേപങ്ങൾ ചൊരിയുന്നു. ഇത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും പ്രാസ്ഥാനികമായി ബന്ധപ്പെട്ട് ഒരു ആദർശത്തെ എതിർക്കുന്ന ആളുകളാണ് അത് അയക്കുന്നതെങ്കിൽ ആ സന്ദർഭത്തിലെങ്കിലും ഈ വീഡിയോ ക്ലിപ്പിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ മെനക്കെടാതെ യാതൊരു നിലക്കും സത്യസന്ധതയില്ലാത്ത ഈ സമീപനം ആളുകളിൽ വ്യാപിച്ചിരിക്കുന്നു. എല്ലാവരും വ്യക്തികളെയും മറ്റും വിലയിരുത്തുന്നത് ഈ ലഭിക്കുന്ന ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഊഹിച്ച് ധാരാളമായി കെട്ടിച്ചമച്ച് പറയുകയും ചെയ്യുന്നു. ഇതൊരു വമ്പിച്ച ദുരന്തമായിട്ടാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ ഇതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. വിശ്വാസികളെ, അധർമ്മകാരിയായ ഒരാൾ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഇവിടെ അധർമ്മകാരി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പോലും സ്വഹാബികൾക്കിടയിൽ സംഭവിച്ചൊരു കാര്യമാണ്. തനിക്ക് വ്യക്തതയില്ലാത്തൊരു വിഷയത്തിൽ ഒരു അറിയിപ്പ് പ്രവാചകന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി അവിടെ ഉണ്ടായി. പക്ഷേ ആ വ്യക്തി കാര്യം അന്വേഷിക്കാതെയായിരുന്നു, പ്രഥമ ദൃഷ്ട്യ അയാൾക്ക് ബോധ്യപ്പെട്ട കാര്യമായിരുന്നു അവതരിപ്പിച്ചത്. അതൊരു തരം തെറ്റായ കാര്യമാണ്, ഒരു അധർമ്മമാണ്. ആ അധർമ്മം ചെയ്ത വ്യക്തി എന്നുള്ള നിലക്കാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത്. എങ്കിൽ പിന്നെ അതല്ലാത്ത ആളുകളുടെ കാര്യം എന്ത് പറയാനാണ്? അതുകൊണ്ട് തന്നെ ചില ആളുകൾ കരുതും അത് അധർമ്മകാരികളെക്കുറിച്ച് പറഞ്ഞതല്ലേ. അല്ല, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഒരു വാർത്ത നമുക്ക് കിട്ടിയാൽ അതിനെ സംബന്ധിച്ച് ഫതബയ്യനു എന്നാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ക്ലിയർ ചെയ്യണം. ഇല്ല എങ്കിൽ അറിവില്ലാതെ നിങ്ങൾ ഒരാൾക്കെതിരിൽ നടപടിയെടുക്കുകയും സംസാരിക്കുകയും ചെയ്യും. അത് പിന്നീട് ഖേദത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ നാടുകളിലും ഉണ്ടാകാം. പക്ഷേ നമുക്ക് പരിചയമുള്ള നാട് എന്നുള്ള നിലക്ക് പറയുകയാണ്, ആളുകൾ ഈ നിലക്ക് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും വമ്പിച്ച ഫിത്ന സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് മുസ്ലിമീങ്ങൾ, പടച്ചറബിനെ പേടിയുള്ള, അള്ളാഹുവിനെ പേടിയുള്ള, പരലോകമുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ ശ്രദ്ധിക്കണം. ഇത്തരം ഒരു ദുരന്തം ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. അത് വ്യാപിക്കുന്ന വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്.